സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാം. ബേസിക്കലി പോസ്റ്റർ ഡിസൈനിങ് എന്നും പറയാം, അതൊരു ഫോട്ടോ മാനിപ്പുലേഷൻ എന്നും പറയാം. രണ്ട് രീതി നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ എഴുതിക്കോണേ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ നിന്നൊരു പിക്ചർ എടുത്തേ. ഓക്കെ, ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് നിന്നും എനിക്ക് മമ്മൂട്ടിയെ മാത്രം കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, എങ്ങനെ കട്ട് ചെയ്യും? സെലക്റ്റിൻ്റെ അകത്ത് സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ഈ ഒരു ഭാഗം മാത്രം നമുക്ക് സെലക്ട് ആവും അല്ലേ? സെലക്ട് ആവുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? സെലക്റ്റിൻ്റെ അകത്ത് ഇതിന് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുക മീൻസ് സെലക്ഷനെ തിരിച്ചു കൊടുക്കണം. ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആക്ച്വലി മമ്മൂട്ടിയുടെ ദേഹത്ത് സെലക്ഷൻ ഇല്ല, പകരം പുറത്താണ് സെലക്ഷൻ അല്ലേ? അപ്പോൾ ഞാൻ കീബോർഡിൽ ഡിലീറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി അല്ലേ? ഇത്രയും പിടിയിട്ടോ? മനസ്സിലായല്ലോ? സാധാരണ സെലക്ഷൻ അതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു BGയും കൂടെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പിക്ചറാണ്, കാരണം ഇത് ഇപ്പം ട്രailer നിന്ന് കട്ട് ചെയ്തെടുത്ത പിക്ചറാണ്. ട്രailerൻ്റെ അവസാനത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് അത്രയും ഹൈ ക്വാളിറ്റി പിക്ചർ അല്ല. അപ്പോൾ ചെറിയ പ്രശ്നം കാണും. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഞാൻ എന്നിട്ട് ഒരു നെറ്റിൽ നിന്ന് ഒരു പിക്ചറും കൊണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് എന്നിട്ട് ഞാൻ അതിനെ സ്വല്പം ഒന്ന് വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ഇത് ബാക്ക്ഗ്രൗണ്ടും ഇത് ഫോർഗ്രൗണ്ടും. ഇനി ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക? റാസ്റ്ററൈസ് ലെയർ. എന്നിട്ട് ഞാൻ ഈ റാസ്റ്ററൈസ് ലെയറിനെ പിടിച്ചത് ഇതിൻ്റെ താഴെ ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കളർ മാച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കളർ കൃത്യമായിട്ട് മാച്ച് ചെയ്യുക. ഒന്നീ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് മാച്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മമ്മൂട്ടിയുടെ പിക്ചർ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ടിൻ്റ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിൻ്റ് അല്ല എനിക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ എഴുതിക്കണം. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ. ഓക്കെ, ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ. ഞാൻ അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് മാച്ച് കളറിൻ്റെ ഓപ്ഷൻ ഇവിടെ ആക്റ്റീവായിട്ട് വരും. അതിൻ്റെ അകത്ത് ലൂമിനൻസും അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയറേ വർക്ക് ചെയ്യുള്ളൂ, കാരണം നമ്മൾ നിൽക്കുന്ന ഏത് ലെയറില്ല? ഈ മമ്മൂട്ടിയുടെ പിക്ചറുള്ള ലെയറിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സോഴ്സും ഡെസ്റ്റിനേഷനും ഉണ്ട്. ഇത് കണ്ടോ സോഴ്സ്? കണ്ടോ? ഇപ്പോൾ സോഴ്സിൻ്റെ അകത്ത് നണ്ണാണ് കിടക്കുന്നത്. ഞാൻ ഈ സോഴ്സിൻ്റെ അകത്ത് ഈ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞതിനെ ക്ലിക്ക് ചെയ്തു. ലെയറിൻ്റെ അകത്ത് ഏതാണ്? ലെയർ 1 ആണ് കിടക്കുന്നത്. ലെയർ 1 മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നൈറ്റ് ഡാർക്ക്. ക്ലിക്ക് ചെയ്യട്ടെ? മാച്ചായോ? മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ ക്യാൻസൽ ചെയ്ത് ഒന്നുകൂടെ ചെയ്യാം. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഏതാണ്? മാച്ച് കളർ. ഓക്കെ, അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ലെയർ ആയിരിക്കും ഇരിക്കുന്നത്. സോഴ്സ് ഉണ്ട്. സോഴ്സിൻ്റെ അകത്ത് ഞാൻ ഏതാണ്? ആ ഒരു പിക്ചറിൻ്റെ പേര് അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലെയർ 1 ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. സോ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമേജ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ലൂമിനൻസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ചും കൂടെ ഇത് ബ്രൈറ്റർ ആക്കണമെങ്കിൽ ബ്രൈറ്റർ ആക്കാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ലൂമിനൻസിനോടൊപ്പം തന്നെ നമുക്ക് കൂട്ടാം. പിന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഇത് ഹൈലൈറ്റ് ആയി പോയില്ല എന്നുണ്ടെങ്കിൽ സ്വല്പം ഹൈലൈറ്റ് മതി. ഓക്കെ, പിന്നെ ഫെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെയ്ഡ് ചെയ്യാം. ഫെയ്ഡ് ചെയ്താൽ പഴയ പോലെ വരും. ഫെയ്ഡ് നമുക്കങ്ങ് 0-ൽ വയ്ക്കാം. അപ്പോൾ ന്യൂട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും പഴയ പോലെ വരും. കണ്ടോ? അതുമായിട്ട് ബ്ലെൻഡ് ആവും, ന്യൂട്രലൈസ്ഡ് ആയിട്ട് വരികയും ചെയ്യും. അത് വേണ്ട. അപ്പോൾ ഇതൊന്നും ന്യൂട്രലൈസ് ആയിട്ട് കളർ ഇൻറ്റൻസിറ്റി ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ലൂമിനൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമുക്ക് വേണ്ട. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് മാത്രം പക്കയായിട്ട് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം ഇത്രയും സിങ്ക് ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ പോസ്റ്ററിനെ സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഈ ഒരു ഏരിയക്കകത്ത് വയ്ക്കാം. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ.
ഇപ്പം ഞാൻ 2 പിക്ചർ എടുത്തു. ആ 2 പിക്ചറിനെ തമ്മിൽ കളറ് ഒരേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈറ്റിലാണ് ഇനി എനിക്ക് അടുത്ത ചെയ്യേണ്ടത്. ടൈറ്റിലിൻ്റെ അകത്ത് ബ്രഹ്മയുഗം എന്നുള്ള മൊത്തത്തിലുള്ള സംഭവം ഞാൻ അതിൻ്റെ അകത്ത് എഴുതുന്നില്ല. പകരം ഞാൻ ഇതിൻ്റെ അകത്തൊരു ബി എന്ന് പറഞ്ഞൊരു സംഭവം എഴുതാം. അത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കാം. അവിടെ സെലക്ട് ചെയ്തിട്ട് ബി. ഓക്കെ, ഈ ബിയെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കാമേ. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ബിയെ സെലക്ട് ചെയ്തിട്ട് വലുതാക്കാം. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇതിൻ്റെ ഇത് മീൻസ് ഫോണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഫോണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതാണെങ്കിൽ ഇത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള സംഭവം എടുക്കാം. ഞാൻ തൽക്കാലം ഇത് എടുത്തേ ബി. ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുത്തേ. എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഞാൻ ഇതിനെ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി. എനിക്ക് ആക്ച്വലി ഈ ബി എന്ന് പറഞ്ഞൊരു സംഭവം ഈ മുഖത്തിൻ്റെ പുറത്ത് പോകാൻ പാടില്ല. മനസ്സിലായ? മുഖത്തിന്ന് പുറത്ത് പോകാൻ പാടില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ എഡ്ജൊക്കെ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിൻ്റെ അകത്ത് തന്നെ നിർത്തുക. മൂവ് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ തന്നെ നിർത്തുക. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ആ കണ്ണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഏരിയയും വലിയ കുഴപ്പമില്ല. ഓക്കെ, ഒപ്പാസിറ്റി ഞാൻ വീണ്ടും കൂട്ടി. ഇത്രയും ഓക്കെ ആണോ? അപ്പം ഇത് രണ്ട് ഞാൻ എന്ത് ചെയ്തു, കളർ കറക്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഞാനൊരു എന്ത് കൊണ്ടുവന്നു, ഒരു ബി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സംഭവം കൊണ്ടുവന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെടുത്ത് ഇതിൻ്റെ താഴെ ഇടുക. ഇപ്പം എന്ത് പറ്റി, അതങ്ങ് താഴെ പോയി. ഇനി കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒറിജിനൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇതിൻ്റെ അകത്ത് മാസ്ക് എന്ന് പറഞ്ഞ സംഭവം കണ്ട, അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ആ ഒരു ബി മാത്രം ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ വന്നു. മനസ്സിലായ? ബി മാത്രം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ വന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ബി ആണ് ടോപ്പിൽ കിടക്കുന്നത്, ഇതാണ് ബോട്ടത്തിൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്താലും നമുക്ക് അതേ സംഭവം തന്നെ ഇവിടെ കിട്ടും. ഫോട്ടോഷോപ്പിൽ ഒരു കാര്യം ചെയ്യാൻ 10 വഴിയുണ്ട്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പം ഇതാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക, കഴിഞ്ഞു പരിപാടി. മനസ്സിലായ സംഭവം? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വഴി പോവാം. മറ്റേ ചിലപ്പോൾ സ്വല്പം കൺഫ്യൂഷൻ ആയി പോകും. ഇതിൻ്റെ ഈ മമ്മൂട്ടിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഞാൻ കൺട്രോൾ ജി അടിച്ച് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ബി ജി എന്ന് പറഞ്ഞു കൊടുത്തേ, അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കൊടുക്കാം. ക്യാരക്ടർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ അടുത്ത് ഞാൻ താഴെ ഇട്ടിട്ട് അങ്ങ് ബാക്കിൽ വെച്ചു. ഓക്കെ, ഇനി ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, ഇപ്പോൾ ഇത് കാണാത്തതിന് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പിക്ചർ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണാത്തത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് കുറച്ചൊന്ന് എന്താണ് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാ കണ്ടോ, ഇവിടെ ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, അതാ സമപടിയായിട്ട് എന്താണെന്ന് മൂവ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എയിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് കണ്ടോ, സ്ട്രോക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ അതിലോട്ട് ബ്ലെൻഡ് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് വേണ്ട കളർ ആ ഒരു കളർ അതിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് ഈ കളർ കൊടുക്കുക, ഈ കളർ കൊടുക്കുക, ഈ കളർ കൊടുക്കാം. ഏത് കളറാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പിക്ക് ചെയ്തിട്ട് അവിടെ അതിൻ്റെ സൈസും ഉണ്ടോ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അതേപോലെ നമുക്ക് കളറിൻ്റെ ഇത് ഗ്ലോ ഉണ്ട്, ഗ്ലോ ഉണ്ടോ, ഗ്ലോയിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം സ്വല്പം ഒന്ന് കൂട്ടാം, സ്പ്രെഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി വീണ്ടും കുറയ്ക്കണമെങ്കിൽ വീണ്ടും കുറയ്ക്കാം. ചെറിയൊരു ഗ്ലോ ഇരുന്നോട്ടെ. സൈസ് കൂട്ടണമെങ്കിൽ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാം. ഇത്രയും ഓക്കെയാണോ? ഞാനൊരു ബി എന്നുള്ളൊരു ടൈറ്റിലാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വീണ്ടും എന്ത് വേണമെങ്കിലും ചെയ്യാം. ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബെവൽ ചെയ്യാം. കണ്ടോ, ബെവലാണെങ്കിൽ ഡെപ്തും എല്ലാം നമുക്ക് ബെവൽ ചെയ്തെടുക്കാം. അതേപോലെ സൈസും ഔട്ടർ ബെവലാണോ ഇന്നർ ബെവലാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ എഫക്ട്സ് എന്ത് വേണോ ആഡ് ചെയ്യാം, അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. എഫക്ട്സ് ആഡ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്തൊരു മാസ്ക് ഉണ്ട്. ഇത്
ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പിക്ചറിൽ ഇത് മാത്രമേ കാണുള്ളൂ. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് എന്തൊക്കെ കാണണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ഇതിനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ പെയിൻറ്റ് ചെയ്തും കൊടുത്താൽ മതി. ഇത് വൈറ്റ് ആണ്, ഇത് ബ്ലാക്ക് ആണ്, കണ്ടോ? അപ്പോൾ ഞാൻ പതുക്കെ അങ്ങ് ഇത് ചെയ്യണേ, ഒപ്പാസിറ്റി അങ്ങ് കുറയ്ക്കുകയാണ്. ഒരു 50% ആക്കിയിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് സംഭവം സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത ഒരു സുഖം കാണത്തില്ല. നമുക്ക് ആദ്യം ഒരു 100 ഇട്ട് പെയിൻറ്റ് ചെയ്യാം. 100 ഇട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം മൊത്തം ഇല്ല, എന്നിട്ട് ഇവിടെ ഒരു 75% ഇട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ അതുണ്ട്, പക്ഷെ അവിടെ ഇല്ല. ഇനി അടുത്തത് നമുക്കൊരു 50% ഇട്ടിട്ട് മുകളിൽ പെയിൻറ്റ് ചെയ്യാം. വീണ്ടും ഒരു 25% ഇട്ട് അതിൻ്റെ ടോപ്പിൽ പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു 10% ഇട്ടിട്ട് ബാക്കിയുള്ള ഏരിയ പെയിൻറ്റ് ചെയ്തു. മനസ്സിലായ സംഭവം എന്താണെന്ന്? മീൻസ് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യണത്. പെയിൻറ്റ് ചെയ്ത് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുകയാണ് സംഭവം. മനസ്സിലായോ? മറച്ച് വെച്ചിരിക്കുകയാണ് സംഭവം. മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മറച്ച് വെച്ചിരിക്കുകയാണ് സംഭവം. അത് മാറിക്കഴിഞ്ഞാൽ, ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. ഇത് നമ്മളങ്ങ് ഷാഡോ പോലെ വെച്ചിട്ട് അങ്ങ് മറച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഈ ഒരു ടോപ്പിൽ ഈ ഒരു ഏരിയക്കകത്ത് മാസ്ക് ചെയ്യണമെങ്കിൽ അവിടെയും മാസ്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഏരിയക്കകത്ത് വൈറ്റും ബ്ലാക്കും വെച്ചിട്ട് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒപ്പാസിറ്റിക്ക് അനുസരിച്ച് തലയുടെ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഹൈലൈറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ അതാ ഒരുപാട് കൊടുത്താൽ വൃത്തികേടായി പോവേ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് കൊടുക്കുന്നത്? ഈ ഒരു പോർഷനിലാണ് കൊടുക്കുന്നത്. സ്വല്പം ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് പതുക്കെ ഈ ഒരു ഏരിയ മാത്രം. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട പരിപാടിയാണത്. സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്തിട്ട് ഇതിനെ സ്വല്പം കൊണ്ടൊന്ന് കുറച്ച്, ഒപ്പാസിറ്റി വേണമെങ്കിൽ സ്വല്പം ഒന്ന് കുറച്ചിട്ട് ഈ എഡ്ജ് മാത്രം പെയിൻറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന ഏതിലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ? മാസ്കിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. കേട്ടോ, മാസ്കിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തു. കണ്ടോ, മാസ്കിലാണ് പെയിൻറ്റ് ചെയ്തത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതാ ഈ ഒരു ഏരിയക്കകത്തുള്ള അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം. കുറച്ചത് വൃത്തിയുണ്ടായിപ്പോൾ നമുക്ക് മനഃപൂർവ്വം ഞാൻ ആ ഒരു ഏരിയ പെയിൻറ്റ് ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ ലെറ്ററാണ്, മൊത്തത്തിൽ ലെറ്ററിൽ ഞാനത് പെയിൻറ്റ് ചെയ്ത് വിട്ടു. ഓക്കെ, ഇതിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം നമുക്കായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തതെന്ന് ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മാസ്ക് റിമൂവ് ചെയ്യാം. എന്താണ് മാസ്ക് എങ്ങനെ റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് അറിയാൻ പറ്റും. കണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തു അല്ലേ? റൈറ്റ് ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു. ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു. ഈ ക്ലിപ്പിംഗ് മാസ്കിൻ്റെ അകത്ത് ആ ഒരു പിക്ചർ തന്നെ വെച്ചു. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഈ ഒരു പിക്ചർ വെച്ചു. അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിനെ കംപ്ലീറ്റ് ഞാൻ അതിനെ മാസ്ക് ചെയ്ത് വെച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അത് ചെയ്തത്. ഈ സെലക്ട് ചെയ്തിട്ട് Ctrl+T അടിച്ചിട്ട് നിങ്ങൾക്ക് വലുതാക്കണമെന്നുണ്ടെങ്കിൽ വലുതാക്കാം. പക്ഷെ ആ ഒരു സംഭവം കൂടെ എക്സ്ട്രാ കയറി വരും. ഇതാ ആ ഔട്ട്ലൈൻ കൂടെ കയറി വരും. അത് വൃത്തിയുണ്ടായിപ്പോൾ അതിനെക്കാട്ടി അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ചെയ്ത കാര്യം ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഫോട്ടോഷോപ്പ് എടുത്തിട്ട് ഓക്കെ ഒരു മൂണിൻ്റെ ഒരു സംഭവം ഇവിടെ എടുത്ത് വെച്ചേ. എന്നിട്ട് ഞാൻ സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കുകയാണേ.
ശ്രദ്ധിച്ചോണം, ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഈ 3 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ലിങ്ക്ഡ് ആണോ? ഞാനിതിനെ ഒന്ന് റാസ്റ്ററൈസ് ചെയ്തു. ഈ 3ഉം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തമ്മിൽ ലിങ്ക്ഡ് ആണോ? അല്ല. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നോർമൽ മാറ്റിയിട്ട് നമ്മൾ ഇതിനെ ലൂമിനോസിറ്റി ആക്കുക. കണ്ടോ? നോർമൽ മാറ്റുക. ഇപ്പം നോർമൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും. നോർമൽ മാറ്റി ലൂമിനോസിറ്റി ആക്കുക. ലൂമിനോസിറ്റി ആക്കിയുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വേണം കൊണ്ടുപോകാം നമുക്കതിനെ. കണ്ടോ? ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കതിനെ കൊണ്ടുപോകാം. ഇതാ അത് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ ഇരുന്നോളും. ഓക്കെ, ഞാൻ കൺട്രോൾ T അടിച്ചിട്ട് ഞാൻ അതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കിയേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു ഗ്ലോ പോലത്തെ ഒരു എഫക്റ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു എഫക്റ്റ് കൊടുക്കാം? ഗ്ലോ എഫക്റ്റ് എങ്ങനെ കൊടുക്കാം? കൺട്രോൾ J അടിക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തേ. ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഞാൻ കൺട്രോൾ T അടിച്ച് ബാക്ക്ഗ്രൗണ്ടിനെ സ്വല്പം ഒന്ന് വലുതാക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 3 ഉണ്ട്. ഇതിൽ സെലക്ട് ചെയ്യുക, ഫിൽട്ടർ, ബ്ലർ, അതിൻ്റെ അകത്തൊരു ഗോസിൻ ബ്ലർ കൊടുക്കുക. ഇപ്പം ആ ഫീൽ വന്നാ മനസ്സിലായ സംഭവം? ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഒരു 3 ഉണ്ട്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് കൺട്രോൾ T അടിച്ചിട്ട് സ്വല്പം ഒന്ന് വലുതാക്കി. ഓക്കെ, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കുക. അതിനെ സൈസ് കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക? ഗോസിയൻ ബ്ലർ. ഉണ്ടോ? അപ്പോൾ ആ ഒരു ഫീൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സംഭവം പിടികിട്ടിയാ? ഓക്കെ, ഇത്രയും കാര്യം മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വെക്കണം അതെല്ലാം നമുക്ക് വയ്ക്കാം. ഫയൽ, പ്ലേസ് ലിങ്ക്, ഇതെല്ലാം ജസ്റ്റ് പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യം എൻ്റെ അത് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്ലേസ്മെന്റ്, എന്തൊക്കെ കാര്യങ്ങൾ പ്ലേസ് ചെയ്യാം. ഫയർ പ്ലേസ് ചെയ്യാം നമുക്ക്. തീയുടെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, ഇതിനത് നോർമൽ മാറ്റുക, സ്ക്രീൻ ആക്കിയിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. കേട്ടോ? അതാകുമ്പോൾ ആ ഒരു തീയുടെ ഒരു സംഭവം നമുക്കിവിടെ കിട്ടി. കണ്ടോ? ഇവിടെ തീ കത്തുന്ന ഒരു ഫീല് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ കളർ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം? ഇമേജിൻ്റെ അകത്ത്, അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് പറയാം, മാച്ച് കളർ. മാച്ച് കളറിൻ്റെ അകത്ത് നണ്ണ് ഇതാക്കുന്നു, ഫയറിനെ ഇതാക്കി കൊടുക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് കണ്ടോ? ഒരു എഡ്ജിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു എഡ്ജിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. ഓക്കെ, അത് നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ പറയട്ടെ, അത് ചുമ്മാ പറഞ്ഞു പോവാം. തൽക്കാലത്തേക്ക് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് ഞാൻ ലെവൽസ് എടുക്കുകയാണ്. ലെവൽസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് ഇതിൻ്റെ അകത്തുനിന്ന് ആ ഒരു എഡ്ജസിൻ്റെ പ്രോബ്ലം കട്ട് ചെയ്ത് കളയാം. കേട്ടോ? അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. കേട്ടോ? തൽക്കാലം ഞാൻ ഈ പോസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് മാത്രം അത് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ആ ഒരു തീയുടെ ഒരു സംഭവം ഇവിടെ വെച്ചു കൊടുത്തു. ഇത്തിരി പിടിയിട്ടല്ലോ. ഇനി ഇവിടെ വെച്ചു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും പ്ലേസ് ചെയ്യാം. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ അകത്ത് ഓക്കെ ഈ ഒരു ഇതുണ്ട്, പക്ഷികൾ പറന്നു പോകുന്ന ഒരു സംഭവം ഉണ്ട്. അതിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്, ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെയും കളർ നമുക്ക് ബ്ലെൻഡ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ, ഇമേജിൻ്റെ അകത്ത് ഏതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ, നണ്ണ് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്ത് കൊടുക്കാം? ഇതാക്കി കൊടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ 3ന്റെ അകം വഴി പോകുന്നൊരു ഫീല് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഈ 3ന്റെ അകം വഴി പോകുന്നൊരു ഫീല് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പക്ഷി ഇങ്ങനെ പോവുകയല്ലേ, 3ന്റെ അകം വഴി നമുക്ക് പോകുന്ന ഒരു ഫീല് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക? ഒരു മാസ്ക് അടിച്ചു കൊടുക്കുക. വൈറ്റ് മാസ്കിൽ ബ്ലാക്ക് ഇട്ടിട്ട് ജസ്റ്റ് പെയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, അത് അപ്പുറത്തായി. കണ്ട, അത് അപ്പുറത്തായി. നേരെ പെയിന്റ് ചെയ്താൽ പ്രോപ്പറായിട്ട് അത് അപ്പുറത്ത് പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. മൂവ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കേട്ടോ? അങ്ങനെ വേണമെങ്കിൽ, നിർബന്ധമില്ല, നമുക്ക് ആ രീതിയിൽ ഇതിലും വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയും പിടികിട്ടിയ സംഭവം. ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഓവറായിട്ട് ആഡ് ചെയ്താൽ അത് വൃത്തികേടായി പോകും. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാനിതൊന്നുകൂടെ പറയാം.
അതിന് മുന്നേ ഞാൻ ഒരു ഫൈനൽ ഒന്ന് ആക്കി എടുത്തോട്ടെ. ഫുള്ള് സെലക്ട് ചെയ്യുക, കൺട്രോൾ G ഫോർ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് നിങ്ങൾ മെർജ് ചെയ്യരുത്. ഇതിൻ്റെ ഒരു ബാക്കപ്പ് എടുത്ത് വയ്ക്കുക, കൺട്രോൾ J. എന്നിട്ട് ഞാൻ ഇതിന് ബാക്കപ്പ് എന്ന് പറഞ്ഞു കൊടുത്ത് ബാക്കപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, വേണമെങ്കിൽ റാസ്പറൈസ് ചെയ്യാം. ഓക്കെ, റാസ്പറൈസും ചെയ്തു. എന്നിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ക്യാമറ എന്താണ് റോ ഫിൽറ്റർ എന്ന് വെച്ചാൽ കളർ ഫുള്ള് ഗ്രേഡ് ചെയ്താണ്. ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചറിലേക്ക് ഇതിനെ കൊണ്ടുവരാം. എന്താ കണ്ടോ, ഏതാണ് നിങ്ങളുടെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിലേക്ക് ഇതിനെ കൊണ്ടുവരാം. ഇതാ കണ്ടോ. അതേപോലെ ടിൻറ്റ് ഏതാണ് ആ ഒരു ടിൻറ്റിലേക്ക് നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുവരാം. ഓക്കെ, എനിക്ക് ഈ ടിൻറ്റ് മതിയെങ്കിൽ ഇതാണെങ്കിൽ ഈ ടിൻറ്റ്. ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, എക്സ്പോഷർ, അതിൻ്റെ കോൺട്രാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം വേണം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ക്ലാരിറ്റി നല്ലോണം കൂട്ടാം. ഓക്കെ, ക്ലാരിറ്റി കൂട്ടിയിട്ട് ടിൻറ്റ് വേണമെങ്കിൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുത്ത് കണ്ടോ, ആ രീതിയിലുള്ളൊരു പോസ്റ്റർ നമുക്ക് ഈ രീതിയിലുള്ളൊരു ടിൻറ്റിൽ കൊണ്ടുവരാം. നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണെന്ന്. ഇപ്പം ഇത് തന്നെ വേണമെന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഇവിടെ വേറെയും പ്ലഗിനുണ്ട്. ഇവിടെ വേണ്ട കളർ ലുക്കപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാകുമ്പോൾ ഒന്നും ചെയ്യണ്ട, എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ബ്ലീച്ച്, അതേപോലെ വാം ലൈറ്റ്, ഇത് ഫോഗി നൈറ്റ്, കണ്ടോ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഹൊറർ ബ്ലൂ കണ്ടോ, നമ്മളൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഹൊറർ ബ്ലൂ ഒക്കെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ആയിക്കോളും. ലൈറ്റ് സൺസെറ്റ്, അതേപോലെ മൂൺ ലൈറ്റ്, സോഫ്റ്റ് വാം ലൈറ്റ്, ഓറഞ്ച്, ടെൻഷൻ ഗ്രീന്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിടികിട്ടിയ സംഭവം. ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആ ഒരു ഫീലിലുള്ളൊരു സംഭവം നമുക്കായി. F7 അടിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ഗുണമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്പെല്ലിംഗ് പറയാം. ഓക്കെ, ഇത്രയും കൂടെ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പം ഞാൻ B അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞ, ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചാൽ ഇതിനെ. എന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓവർലേ ആക്കി കൊടുത്താൽ ബാക്കിയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അതുമായിട്ട് മെർജ് ആയിക്കോളും. കണ്ടോ, കൺട്രോൾ T അടിക്കുക, സ്വല്പം ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിനെയും കൂടെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ വെക്കേണ്ടത് അവിടെ വെച്ചിട്ട് ഫെബ് F അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു രീതി സെറ്റ് ചെയ്തെടുക്കാം. മനസ്സിലായ സംഭവം? എല്ലാം ഇതിൻ്റെ അകത്ത് മാസ്കിൻ്റെ കളിയും അങ്ങനെയുള്ള പരിപാടികളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മൊത്തം ചെയ്തിരിക്കുന്നത്. പിക്ചർ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത പിക്ചർ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം കേട്ടോ. കുറച്ചുകൂടെ ക്ലാരിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ റോ ഫിൽറ്റർ വെച്ചിട്ട് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്തിട്ട് ക്യാമറ റോ ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ കാണിച്ച സംഭവം ഉണ്ട്. ക്യാമറ റോ ഫിൽറ്ററിൻ്റെ അകത്ത് ക്ലാരിറ്റി കൂട്ടാനുള്ള ഒരു സംഭവം ഉണ്ട്. കണ്ടോ, ക്ലാരിറ്റി കൂട്ടാൻ എന്താ, പക്ഷെ അത് ചിലപ്പോൾ സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട് കൂട്ടിയില്ലെങ്കിൽ വൃത്തികേടായി പോകും.